ലാലേട്ടൻ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. ആൾക്ക് പേടിയാണ് ലാലേട്ടൻ ഫാൻസ് അല്ലെന്നുള്ളത്. ലാലേട്ടനെ പറ്റി പറയാൻ ഏറ്റവും കൂടുതൽ അവകാശം അതല്ല, നേരെ പഴയ ലാലേട്ടനെ കാണാം, ലാലേട്ടൻ ആക്ടറിനെ കാണാം. പിന്നെ ഇനി വരുന്ന പടങ്ങളെല്ലാം മാസ് അങ്ങനത്തെ പടങ്ങളാണ്. ഒരു ക്ലാസ് ഫിലിമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ഡീഗ്രേഡിങ്ങളൊക്കെ പറയണ്ടായിരുന്നു. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. പടം നല്ലതാണ്. പിന്നെ അനശ്വര രാജിൻ്റെ പെർഫോമൻസ് നല്ലതാണ്. മോഡൽ മാത്രമല്ല, നല്ല സ്ക്രിപ്റ്റാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. എന്നെ വൈകുന്നേരം ഇപ്പോൾ പുള്ളി വിളിച്ചിട്ടുണ്ട്, ലാലേട്ടൻ ആറാടുകയാണെന്നാണ് പറഞ്ഞത്. അത് പുള്ളിയുടെ ആ ഒരു സന്തോഷം ഭയങ്കര ഇതായിട്ട് പുള്ളി കാണുന്നു. കാരണം എനിക്കുൾപ്പെടെ എല്ലാ മലയാളികൾക്ക് ഭയങ്കര സന്തോഷം തോന്നിയ മൂവിയാണ്. കാരണം ഒരു 3-4 വർഷമായി ഒരു സത്യസന്ധമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലാലേട്ടൻ്റെ പടം കണ്ടിട്ട് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാം പടം പൊളിച്ചു, പടം കൊള്ളാമെന്നുള്ളത്. അതിൽ ഭയങ്കര ഇതായിരുന്നു. കാരണം ലാലേട്ടൻ എന്നൊരു ആക്ടർ തിരിച്ചു വന്നു. അതിന് ഐ എം വെരി ഹാപ്പി. കാരണം ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. ആൻഡ് താങ്ക് യു ജിത്തു ജോസഫ് ഫോർ ബ്രിങ്ങിങ് ലാലേട്ടൻ ബാക്ക്. ലാലേട്ടൻ എന്നൊരു മാസ് സ്റ്റാറിനെയാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് മിക്ക സിനിമകളിലും കാണിക്കാൻ നോക്കി. പക്ഷേ അതൊരു കോമഡി റോളായി, അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു കോമാളിത്തരം വന്ന് ഒരു ഫ്ലോപ്പ് ആയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇതിനകത്ത് ഭയങ്കര സെറ്റിലായിട്ടുള്ള ലാലേട്ടൻ്റെ ക്യാരക്ടർ, ലാലേട്ടൻ ആസ് എൻ ആക്ടർ ഒരു കംബാക്കാണ്. കംബാക്ക് എന്ന് പറയുമ്പോൾ തന്നെ ലാലേട്ടൻ്റെ ആക്ടിങ്ങിനെ പറ്റി പറയാൻ മലയാളികൾ ആർക്കും സംശയമില്ലാത്ത നടനാണ്. പക്ഷേ അങ്ങനെ പറയേണ്ടി വന്നു, നമ്മുടെ കോക്ക് പറഞ്ഞ പോലെ. ബട്ട് മൂവി ഇസ് ഗുഡ്. വലിയ ദൃശ്യം പോലത്തെ ടെസ്റ്റൊന്നുമില്ല, പക്ഷെ നല്ലതാണ്. തിയേറ്റർ തന്നെ ഒന്ന് കാണാനുള്ള മൂവിയുണ്ട്. ബ്രില്യൻസ് ആണ്. പിന്നെ എനിക്ക് ലാലേട്ടനെക്കാളും ഞെട്ടിച്ചത് സിദ്ദിഖും അനശ്വര രാജും. അനശ്വര ഹാസ് ഡൺ എ കരിയർ ബെസ്റ്റ് റോൾ. കാരണം അത്ര അടിപൊളിയായിരുന്നു. ഒരു ബ്ലൈൻഡ് ഗേളിൻ്റെ റോളാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ലാലേട്ടനായിട്ടും ഇവിടെയുള്ളൊരു കോമ്പറ്റീഷൻ സീൻസ് ഉണ്ട്, ക്ലൈമാക്സ് ഒക്കെ. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണീർ ചെറിയ കണ്ണീർ പൊടിയും. പിന്നെ സിദ്ദിഖ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. സിദ്ദിഖിനെ കൈ കിട്ടി പറഞ്ഞാൽ പൊട്ടിക്കണമെന്ന് തോന്നും. നമുക്ക് അത്ര ദേഷ്യം തോന്നും ആ ക്യാരക്ടറിനോട്. അത് ആ ആളുടെ ആക്ടിങ്ങിൻ്റെ ബ്രില്യൻസ് ആണ്. ഇറ്റ്സ് ഓഫ് ടു ദം. അതെ, മമ്മൂട്ടി ചർച്ച ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പടം ഇഷ്ടപ്പെടാതൊന്നുമില്ല. അതായത് പടം ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പടം കാണുന്നത് പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടും അതിൻ്റെ സ്ക്രിപ്റ്റും കഥയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ എനിക്ക് ഒരു പടം ഇഷ്ടപ്പെടുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ജിത്തു ജോസഫിൻ്റെ ഒരു മാജിക് എന്ന് വേണമെങ്കിൽ പറയാം ഈ പടം. എനിക്ക് അങ്ങനെ തോന്നുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു കോർട്ട് സീനൊക്കെ വന്നിട്ടുണ്ട്. അതിൽ മാരാറിൻ്റെ ടച്ച് കൊണ്ടുവരാൻ നോക്കി. പക്ഷെ അത് എനിക്ക് കിട്ടിയില്ല. എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയല്ല ശരിക്കും. കാരണം എന്തോ ഒരു ഡയലോഗ് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് അല്ല, എന്തോ ഒരു ഇത് എനിക്ക് തോന്നിയത്. അതൊരു കൊമേഴ്ഷ്യൽ ആയതല്ലേ. ഇംഗ്ലീഷ് ഡയലോഗ് പറയുമ്പോൾ നമുക്ക് എന്തായാലും മാരാറിനെ ഓർമ്മ വരുള്ളൂ. ആ ഒരു ഇത് വന്നിട്ടില്ല, അങ്ങനെയാണ് പറയും. പിന്നെ ആക്ടിവിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവർ പറയാത്ത ഒരാളുണ്ട്, ജഗദീഷ്. അതേപോലെ തന്നെ പ്രിയാമണി. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രിയാമണിയുടെ ലാസ്റ്റ് ഒരു ഡയലോഗ് ഉണ്ട്, അതായത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതായത് നല്ലൊരു തിരിച്ചുവരവ് ഇംഗ്ലീഷിലാണ് പറയണേ. അത് നല്ല അത് റിയൽ ലൈഫില് മോഹൻലാലിന്റെ അടുത്ത് പറയുന്നതാണോ എന്ന് എനിക്ക് തോന്നിയത്. മാസ്റ്ററും സ്പിരിറ്റ് ആയിട്ട് ചില സിമിലാരിറ്റി തോന്നി. പിന്നെ ഇതിന്റെ പറയേണ്ടത് സെക്കൻഡ് പാർട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം അപ്പീൽ പോകുന്നു പറയണ്ട, അപ്പീൽ പോകുന്നു പറയണ്ട, സിദ്ദിഖ് പറയണ്ട, അപ്പീൽ പോകണ്ട. രണ്ടാം ഭാഗം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സിദ്ദിഖിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഇതോടെ കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ലാസ്റ്റ് വരുമ്പോ പൊട്ടിക്കാൻ തോന്നിയെന്ന് അതൊരിക്കലും തോന്നാൻ പാടില്ല. കാരണം സിദ്ദിഖിന്റെ ജോലിയാണ് ചെയ്തത്. കാരണം സിദ്ദിഖ് എതിർഭാഗം വക്കീലായിട്ടാണ്. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കണ്ടേ. ഓരോരുത്തർക്കും ഓരോ ജോലിയില്ലേ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ആ ക്യാരക്ടർ അല്ല ഞാൻ ആ ക്യാരക്ടർ തന്നെ പറഞ്ഞ ആ ക്യാരക്ടർ വരുമ്പോ ഇത് സിദ്ദിഖിന്റെ ജോലിയാണ് സിദ്ദിഖ് ചെയ്തത്. എന്തായാലും ഇനി നമുക്ക് ആസ് എ ലാലേട്ടൻ ഫാൻ തലയുയർത്തി നടക്കാം. ഐ എം വെരി ഹാപ്പി ഫോർ ലാലേട്ടൻസ് കം ബാക്ക്. അപ്പൊ ഇനി മാസ് ബിഗ് ബഡ്ജറ്റ് പടത്തിനൊപ്പം നേരുപോലെ ചില ക്ലാസ് മൂവീസിൽ ലാലേട്ടൻ ചെയ്യണം. മാസ് ബിഗ് ബഡ്ജറ്റ് മാത്രമല്ല, ഇടയ്ക്ക് ഇങ്ങനെ അഭിനയിച്ച വിലംസും ചെയ്യണം. ചില ഗ്രൂപ്പാണ് എനിക്ക് 2-3 കമന്റ്സ് നോക്കിയപ്പോ ആവറേജ് പടം അത്രയ്ക്കൊന്നും ഇല്ല, അത്ര ഹൈപ്പൊന്നും ഇല്ല എന്നുള്ളതിൽ. ബട്ട് ഓരോരുത്തർ ഇഷ്ടമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്ക്രിപ്റ്റും കഥയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോയോ ബസ്സു മറ്റേ റൊസാക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു മോഹൻലാൽ ഫാൻ ഡിഗ്രേഡ് ചെയ്തിട്ടില്ല. നല്ലതാണെങ്കിൽ പടം നല്ല ആദ്യമാണെങ്കിൽ നല്ലതാണ് പറയണം. ആദ്യ പടം നല്ലതാണെങ്കിൽ എത്ര ഡിഗ്രേഡിങ് വന്നാലും അതിപ്പോ ആൾക്കാർ കുത്തി കിടന്ന് ശ്രമിച്ചാലും. ഇന്നലെ നോക്കിയപ്പോ എല്ലാ നേരിന്റെ പോസിറ്റീവ് റിവ്യൂസ് ആണ്. അത് സിനിമാക്കാർ തന്നെയാണ് ഷെയർ ചെയ്തത്. അത് പടം ഇവിടെ റിവ്യൂ ബോംബിങ് അതൊന്നും കാര്യമില്ല. പടം നല്ലതാണ്, ഈ പടം ഹിറ്റ് ആവും.
ഞാനൊക്കെ എന്തിനാ നേരിനെ സപ്പോർട്ട് ചെയ്യണേ? അതെ. കാരണം നല്ല പടങ്ങളെ നമ്മൾ സ്വീകരിക്കും. അത് അല്ല ഇത് മമ്മൂക്ക ഫാൻസ് അല്ല, വേറെ ഫാൻസുകാരും ഉണ്ടാ. ആരുടെ പടമായാലും ഞാൻ നല്ല പടങ്ങളാണെങ്കിൽ ഞാൻ അത് നിങ്ങൾ പറയും, എല്ലാവരും അങ്ങനെയല്ല. ഇപ്പോൾ ODN-ലായാലും ഇതല്ല, പേര് ഞാൻ പറയുന്നില്ല, വേറൊരു സൂപ്പർ സ്റ്റാർ ഫാൻസും വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായാലും നേരെ നിങ്ങൾ തിയേറ്ററിൽ വന്ന് ലൈക്ക് മമ്മൂക്കയുടെ അല്ല, ജിത്തു ജോസഫിന്റെ വക മലയാളം ഇൻഡസ്ട്രിക്കുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് നേരെ ഫീൽ ചെയ്തത്. ജിത്തു ജോസഫ് മോഹൻലാൽ ഉഗ്രം കോമ്പിനേഷനാണ്. ഒബ്വിയസ്ലി അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു കോമ്പിനേഷനിൽ വന്നൊരു നെക്സ്റ്റ് ഹിറ്റ് ആണ്. എന്തായാലും തിയേറ്ററിൽ വന്ന് നമുക്ക് നിരാശപ്പെടുത്താതെ കാണാം. ഇനിയിപ്പോൾ ഇതൊരു തുടക്കമാണ്. ഇനി അങ്ങോട്ട് അടുത്ത വർഷം ഞങ്ങൾ ലാലേട്ടൻ ഫാൻസ് പൊളിക്കും. മമ്മൂക്കയും തകർക്കും. ഇതേ ഹൈപ്പ് തന്നെയാണ് പലതിനും വന്നത്. ഇനി കാര്യങ്ങൾക്ക് ഒരു വ്യക്തമില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടുവച്ച് പറയാം. ലാലേട്ടൻ വിൽ ബി ബാക്ക് 2024. ലാലേട്ടൻ പൊളിക്കും. മലക്കോട്ടെ വാലിബൻ ബറോസ് വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. ഇത് ഞങ്ങൾ പൊളിക്കും മോനെ. അല്ല ഞാൻ പറയുന്നു, മമ്മൂട്ടി ഒന്നും കൂടി ഓർക്കണം. അല്ല മമ്മൂട്ടിയുടെ ടർബോ ഉണ്ട്, ബസൂക്കയുണ്ട്, പിന്നെ ഇതുണ്ട്, ബ്രഹ്മയുഗം ഉണ്ട്. അടുത്ത വർഷം മമ്മൂട്ടി മോഹൻലാൽ കോമ്പറ്റീഷൻ ഭയങ്കരമായിരിക്കും. രണ്ടുപേരെ ഫാൻസിയാ തകർക്കും. ഒരു കാര്യം പറയാം, രണ്ടുപേര് തമ്മിൽ ഡിഗ്രേഡ് ചെയ്യരുത്. അത്രേ പറയാനുള്ളൂ. ഡിഗ്രേഡ് പാടില്ല. പടം നല്ലാണെങ്കിൽ ഓർഡർ. അത് മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിന്റെ ആയാലും ആരുടെ ആയാലും. അത് എനിക്ക് അതായത് 2 ആഴ്ച കൊണ്ടാണ് ഇവർ പ്രൊമോഷൻ നടത്തിയത്. നേരെന്ന് പറയുമ്പോൾ വലിയ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ആഴ്ച കൊണ്ട് നമ്മൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ റീൽസിലായാലും ഇവരുടെ റീൽസ്, മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ ജിത്തു ജോസഫ് അവരുടെ ഇൻ്റർവ്യൂ റീൽസ് അതുവഴി ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ 25 വാർഷികം എന്ന് പറഞ്ഞാൽ അതും രസമായിരുന്നു. സോ അതൊക്കെ കൊണ്ട് ഒന്ന് കലക്കി തെളിച്ച് ഒരു കളി തുടങ്ങാൻ പോകുന്ന പോലെ അതിനൊരു ശുഭാരംഭമായിട്ട് നേരും വന്നു. അല്ല അത് വേറെ കുഴപ്പം പറഞ്ഞാൽ ഈ അഡ്വക്കേറ്റ് ഇത് സ്ക്രിപ്റ്റ് എഴുതിയ ലേഡി അഡ്വക്കേറ്റിനെതിരെ സംഗീത ലക്ഷ്മണ ലേഡി അഡ്വക്കേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അനാവശ്യം പറഞ്ഞു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉഗ്രം സ്ക്രിപ്റ്റായിരുന്നു. അങ്ങനെയല്ല പറയുന്നത് വളരെ മോശമാണ്. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ കുറച്ചൊരു ഡീസൻസി കീപ്പ് ചെയ്യണം. അല്ല ഈ ഇപ്പൊ പ്രൊമോഷന്റെ കാര്യം പറഞ്ഞു. ഈ ഫോട്ടോ എടുപ്പ് ഇപ്പൊ 5000 കണ്ട് ഫോട്ടോ എടുത്തില്ലേ, അത് ഇതിന്റെ ഭാഗമാണോ അതോ 25ാമത്തെ ആനിവേഴ്സറിയുടെ ഭാഗമാണോ? അല്ല പ്രൊമോഷന്റെ നേരിന്റെ പ്രൊമോഷൻ അല്ലല്ലോ. പ്രൊമോഷന്റെ നേരിന്റെ പ്രൊമോഷൻ ആണെങ്കിൽ അത് കുറച്ച് ഓവറല്ലേ? അങ്ങനെയല്ല. സാധാരണ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ ഫാൻസുകാർക്ക് ദിവസം മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ മാറ്റി വെച്ചാ അതൊക്കെ നല്ല കാര്യം. എന്തുകൊണ്ട് പോയില്ല? എത്രയോ ആൾക്കാർ എന്ത് ക്ഷമ കാണിക്കണം. എന്തുകൊണ്ട് പോയില്ലെന്ന് നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഇവിടെ തിയേറ്ററിൽ കാണാൻ പേടിയാണ്. കാരണം നമ്മള് അല്ല അത് ഞാൻ പറയാം, ഇന്നലെ നേര് കാണാൻ ഞാൻ എത്ര തവണ വിളിച്ചു അറിയാം. ലാലേട്ടൻ ഫാൻസോട് വ്യത്യസ്തനാണ് ഇദ്ദേഹം. ലാലേട്ടൻ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. ആൾക്ക് പേടിയാണ് ലാലേട്ടൻ ഫാൻസ് അല്ലെന്നുള്ളത്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ലാലേട്ടൻ ഫാൻസ് ഇഷ്ടമാണ്. അന്ന് കാണാൻ പറഞ്ഞിട്ടില്ല ആറാട്ടനെ പിടിക്കുമോ. പക്ഷെ അതൊക്കെ പറിച്ചില്ലല്ലോ. വരട്ടെ മതി. അങ്ങനെയാണ് നമുക്ക് കരുതേ. എന്തോ ഫേസ് ടു ഫേസ് ആ ഒരു രീതിയില് വിളിച്ചാൽ ആദ്യം എന്റെ നാവിന് പറ്റിയ പ്രശ്നമാണ്. എന്റെ കയ്യിലിരിപ്പുള്ളത് പറയാം. അല്ല അതിപ്പോ കുറച്ച് കയ്യിലിരിപ്പ് നേര് കൊണ്ടുപോയി അല്ലേ? നേര് കൊണ്ടുപോയില്ലേ? ഇപ്പൊ ഉള്ളതില് നേരാണ്. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. നേര് പൊളിക്കട്ടെ.